എല്ലാവർക്കും നമസ്കാരം. SR പവർ ടൂൾ സൂപ്പർ മാർക്കറ്റിൻ്റെ റംസാൻ വിഷു ഓഫറുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ 2200 വാട്ട്സിൻ്റെ 1600 ബാർ ഉള്ള ഈ കാണുന്ന കാർ വാഷറുകൾ, ഇത് 6 മാസ വാറണ്ടിയോടുകൂടി. ഇതിന് നോർമലി ഉള്ള വില 11,999 അത് വെറും 6,999 രൂപ. അത് ഈ ഓഫർ കാലത്ത് മാത്രമാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ മിത്സുബിഷിയുടെ കാർ വാഷാണ്. ഇത് ഈ M15 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 2500 വാട്ട്സാണ്, 180 ബാറാണ്. ഇതിൻ്റെ ഓഫർ വില 4,400 രൂപയാണ്. ഇതിൻ്റെ നോർമലി ഉള്ള വില ഓൺലൈനിലൊക്കെ 7,000 രൂപയാണ്. അതാണ് നമ്മൾ ഈ ഉത്സവകാലത്ത് സ്പെഷ്യൽ ഓഫർ പ്രഖ്യാപിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഐബലിൻ്റെ യോവർ എന്ന് പറയുന്നൊരു മോഡലാണ്. YO 1900. ഇതിൻ്റെ 190 ബാറുണ്ട്, 2000 വാട്ട്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി മെഷീനാണ്. 5,300 രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ്. ഇതിന് വാറണ്ടി 6 മാസമുണ്ട്. അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഇത് ട്യൂക്കിൻ്റെ അടുത്ത വേറൊരു മോഡലാണ്. ഇത് HW 1000 എന്ന് പറയും. ഇത് 130 ബാറ്, 1600 വാട്ട്സ്. ഇതിൻ്റെ നോർമൽ വില എന്ന് പറയുമ്പം 5,200 രൂപയാണ്. ഇത് നമ്മളിവിടെ വെറും 3,999 രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഓഫർ പീരീഡിൽ. ട്യൂക്കിൻ്റെ HW 2000 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 1,700 വാട്ട്സും 140 ബാറുമാണ്. ഇതിൻ്റെ വില എന്ന് പറയുമ്പം വെറും 4,650 രൂപയുള്ളൂ. ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്. നമ്മുടെ വീട്ടിലേക്ക് കാറ് കഴുകാനും പിന്നെ തറയോട് കഴുകാനും അത്യാവശ്യം നമ്മുടെ വീട്ടിലെ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല മോഡലാണിത്. ഇതിനും 6 മാസം സർവീസ് വാറണ്ടി ഉണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ബുള്ളിൻ്റെ DL 288 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് നമുക്ക് ഫാമുകളൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ അത്യാവശ്യം റെൻ്റൽ പർപ്പസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറയുമ്പം 2200 വാട്ട്സാണ്, 160 ബാറാണ്. ഇതിൻ്റെ വില എന്ന് പറയുമ്പം 10,000 രൂപയാണ്. അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ കണ്ടതിൻ്റെ ബാലൻസ് ഡൊമസ്റ്റിക് പർപ്പസ് മെഷീൻസാണ് ഇരിക്കുന്നത്. നമ്മുടെ മൈക്രോജെറ്റ്, ഐബലിൻ്റെ മൈക്രോജെറ്റ് ഈ 600-ൻ്റെയാണ് ഈ താഴെ ഇരിക്കുന്നത് ഐബലിൻ്റെത്. പിന്നെ വയലറ്റിൻ്റെ ഇതൊക്കെ ഓഫറിലുള്ളതാണ്. ഇത് എക്കോ ഗ്രീൻസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ 1,700 വാട്ട്സിൻ്റെ 120 ബാറിൻ്റെ ഇപ്പോൾ ഓഫർ പ്രൈസിൽ 7,699 രൂപയുള്ളൂ. അതുപോലെ തന്നെ ഇത് 1,900 വാട്ട്സിൻ്റെത് 180 ബാറിൻ്റെത് നേരത്തെ 18,200 ആയിരുന്നു, ഇപ്പോൾ അത് 13,199 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കൊണ്ട് അവിടെ ഒരു മോഡലുണ്ട് ഇല്ലേ, 1,500 വാട്ട്സ് 90 ബാറ്. അത് നമ്മൾ 10,000 രൂപയ്ക്കാണ് നേരത്തെ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഓഫറിൽ 8,999 രൂപയ്ക്ക്. വയലറ്റാണ്, 6 മാസം വാറണ്ടി ഉള്ളതാണ്. പിന്നെ മുകളിലിരിക്കുന്ന എല്ലാം കാർ വാഷുകളാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ളത്, നമുക്ക് റെൻ്റലിന് കൊടുക്കാൻ പറ്റിയതാണ്. ഇതുണ്ട് ഐബലിൻ്റെ 3,250 ഉണ്ട്, 3,350 ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആണ്ട് എംഡെക്സ്, അതാണ്ട് ഡായൂരി, ബുള്ള്. ഇപ്പോൾ നമ്മൾ ആ വെളിയിൽ കണ്ട ആ മെഷീനാണ്. ബുള്ളിൻ്റെ തന്നെ വേറൊരു മോഡൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വയലറ്റ് 3,200-ൻ്റെത്, പിന്നെ ഗ്ലോബലിൻ്റെത്. ഒരുപാട് മെഷീൻസ് ഉണ്ട് നമുക്ക് വാറണ്ടി ഉള്ളതും സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ മെഷീൻസാണ് ഇതെല്ലാം. ഇതാണ് കാർ വാഷിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ സ്ലാബ് കട്ടർ, ഇത് പാന്തറിൻ്റെ 16 ഇഞ്ചിൻ്റെ സ്ലാബ് കട്ടറാണ്. ഇത് ടോട്ടലിൻ്റെ 14 ഇഞ്ച് സ്ലാബ് കട്ടറാണ്. ഇതെല്ലാം നമ്മൾ സ്പെഷ്യൽ ഓഫറിലാണ് ഈ ടൈമിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പം മിത്സുബിഷിയുടെ 12 വോൾട്ടിൻ്റെ ടൈറ്ററാണ്. ഇതെന്ന് പറയുമ്പം 1,999 രൂപയാണ്. അതിൻ്റെ ഓഫർ റേറ്റ് എന്ന് പറയുമ്പോൾ 1,399 രൂപ മാത്രമേ ഉള്ളൂ, 6 മാസ സർവീസ് വാറണ്ടിയോടുകൂടി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബാറ്ററി ഉണ്ട്, ചാർജറും ഉണ്ട്. ഇതിൻ്റെ സ്പെയർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അടുത്തത് മിത്സുബിഷിയുടെ തന്നെ 21 വോൾട്ടിൻ്റെ വില എന്ന് പറയുമ്പോൾ 2,550 രൂപയാണ് ഇവിടെ നോർമലി ഉള്ള വില. അത് നമ്മളിപ്പോൾ ഓഫർ പീരീഡിൽ വെറും 2,099 രൂപയ്ക്ക്.
അതും 6 മാസ സർവീസ് വാറണ്ടി. ഇതിൻ്റെ ബാറ്ററി, ഇതിൻ്റെ സ്പെയർ പാർട്സ് എല്ലാം അവൈലബിളാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബാറ്ററി ഉണ്ട്. അടുത്തതാണ് നമ്മൾ ബുള്ളിൻ്റെ BG-AG2 100. അതിൻ്റെ ഓഫറാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. 900 വാട്ടിൻ്റെയാണ്. നല്ല ഹെവി മെഷീനാണ്. അതിന് നമ്മളിപ്പോൾ ഓഫർ പീരീഡിൽ കൊടുക്കുന്നത് 3300 രൂപയാണ് ഇതിൻ്റെ വില. അത് വെറും 1999 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ഇതെല്ലാം സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് മാത്രമായിരിക്കും. പിന്നെ ടൈൽ കട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ GC പവർ 1200 വാട്ട്സാണ്. അതിൻ്റെ നോർമലി ഉള്ള വില എന്ന് പറയുമ്പം 2999. അത് നമ്മൾ ഓഫർ പീരീഡിൽ കൊടുക്കുന്നത് വെറും 2099 രൂപയ്ക്കാണ്. അത്യാവശ്യം നല്ല ഹെവി മെഷീനാണ്. അടുത്ത നല്ല ഹെവി ആയിട്ടുള്ള ഹാമർ ഡ്രില്ലിൻ്റെ ഓഫറാണ്. GC പവറിൻ്റെ ഇത് 1100 വാട്ട്സിൻ്റെത്. ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ നോർമൽ വിലയെന്ന് പറയുമ്പം 3599 ആണ്. ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് 2299 രൂപയ്ക്കാണ്. അത് ഈ ഓഫർ പീരീഡിൽ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്പാക്ട് ഡ്രില്ല് എന്ന് പറയുമ്പം 16 ഐറ്റം വരുന്ന ഒരു ഡ്രില്ലും ബാക്കി 16 ആക്സസറീസോടെ വരുന്ന ഒരു സെറ്റാണ്, ഒരു കോംബോ സെറ്റാണ്. അതിന് 2850 രൂപ വിലയുള്ളത് നമ്മളിപ്പോൾ ഓഫർ പീരീഡിൽ 1699 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അടുത്ത നമുക്ക് ഗ്രൈൻഡറിൻ്റെ യൂരിയുടെ ഗ്രൈൻഡറാണ്. നോർമലി 3753 ആണ്. അത് നമ്മൾ വെറും 1599 രൂപയ്ക്കാണ് ഓഫർ പീരീഡിൽ. അടുത്ത പവർ മാക്സിൻ്റെ ഗ്രൈൻഡറാണ്. 6 മാസ വാറണ്ടി ഉണ്ട്. 950 വാട്ട്സിൻ്റെയാണ്. 2185 രൂപയ്ക്ക് നമ്മൾ വിറ്റുകൊണ്ടിരുന്നതാണ്. അത് വെറും 1399 രൂപയ്ക്ക് ഓഫർ പീരീഡിൽ മാത്രമാണ്. 6 മാസ വാറണ്ടിയോട് കൂടി. അതുപോലെ തന്നെ ഡാമിയറിൻ്റെ ഗ്രൈൻഡറാണ്. അതിന് 6 മാസ വാറണ്ടി ഉള്ളതാണ്. 3750 രൂപയാണ്. 1150 വാട്ട്സിൻ്റെയാണ്. അത് വെറും 1999 രൂപ ഡാമിയറിൻ്റെ. അതും നല്ല സ്ലിം കട്ടാണ്. പലരും വില കുറഞ്ഞ ഗ്രൈൻഡർ ഇവിടെ ആവശ്യപ്പെടാറുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ്. 850 വാട്ട്സാണ് ഇതിന് വരുന്നത്. ഇത് 1600 1599 നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഓഫർ പീരീഡിൽ നമ്മൾ ഇവിടെ ഈ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് 899 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് 115 ഐറ്റം ഉള്ള ഒരു ടൂൾ കിറ്റ്. ഇതിന് 6000 രൂപയാണ് വില. ഇതിനകത്ത് 650 വാട്ട്സിൻ്റെ ഒരു ഇമ്പാക്ട് ഡ്രില്ലുണ്ട്. കൂടാതെ 114 ഐറ്റം ഇതിനകത്തുണ്ട്. ഇതിന് നമുക്ക് അത്യാവശ്യം വേണ്ട ലെവൽ നോക്കണമെന്നുണ്ടെങ്കിൽ ലെവൽ നോക്കാൻ പറ്റിയ ഒരു ലെവലുണ്ട്. പിന്നെ ഇങ്ങോട്ട് സ്ക്രൂ ഡ്രൈവറുകൾ, പിന്നെ എലങ്കി, പിന്നെ നമുക്ക് ഈ ഡ്രില്ല് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ബിറ്റുകൾ, പിന്നെ ഒരു കത്തിയുണ്ട്, പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ബിറ്റുകളുണ്ട്. ഇത് നമുക്ക് എവിടെയെങ്കിലും വളഞ്ഞ ഭാഗത്തൊക്കെ എന്തെങ്കിലും ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിൻ്റെ എലങ്കികളുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ സ്പാനർ, ഹാമർ, ഒരു ടപ്ലൺ ടേപ്പ്, ഒരു പ്ലെയറുണ്ട്, ഒരു മീറ്ററുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഒരു കലണ്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ തൂക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന അതിൻ്റെ ഫിഷറുകൾ, സ്ക്രൂകൾ എല്ലാം ഉൾപ്പെടെ 115 ഐറ്റമാണ് ഈ വെറും ഈ 2550 രൂപയ്ക്ക്. ഇത് ദാണ്ട് ഈ കാണുന്ന സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ വില നേരെ ആ മുകളിൽ കാണുന്ന വിലയിലേക്ക് പോകും. ഇത് ഈ ഓഫർ പീരീഡിലേക്ക് മാത്രം നമ്മൾ ഇറക്കിയിരിക്കുന്നതാണ്. ഈ കാണുന്ന ഒരു ഇലക്ട്രിക് ചിരവയാണ്. നമുക്ക് തേങ്ങയൊക്കെ തിരുമാൻ വേണ്ടി ഉള്ള ഇലക്ട്രിക് ചിരവയാണ്. ഇതിന് ഒരു സ്വിച്ച് ഉണ്ട്. ഇത് നമുക്ക് വേണ്ട ഇത് റബ്ബർ ഇതാണ്. ഈ സാധനം നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രതലത്തിലേക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാക്വം ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. പിന്നെ അന്ന് അവിടെ ഉറപ്പിക്കും. അതുപോലെ തന്നെ ഇത് കമ്പനി 1 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. ഇതിന് 3500 രൂപയാണ് നിലവിൽ മാർക്കറ്റ് വില. നമ്മൾ ഈ ഓഫർ പീരീഡിൽ 2500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങുന്ന അന്ന് മുതൽ 1 വർഷം വരെ ഇതിന് എന്ത് കേട് വന്നു കഴിഞ്ഞാലും ഇത് നമ്മൾ എടുത്തിട്ട് പുതിയതായി ഒരെണ്ണം റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറയുമ്പം സൂപ്പർ സ്റ്റീലിൻ്റെ മിനി ചെയിൻസയാണ്. ഇത് നമ്മളിവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് 5999 രൂപയാണ്. ഇപ്പം നമ്മൾ ഈ ഓഫർ പീരീഡിൽ കൊടുക്കുന്നത് 4099 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതും ഈ ഒരു ബാറ്ററി, ഇതിൻ്റെ ചാർജർ, ഇതിൻ്റെ അഡാപ്റ്റർ
ഇതിന് 6 മാസ സർവീസ് വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെടിയുടെയൊക്കെ കമ്പുകളൊക്കെ മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് മുറിക്കാവുന്നതാണ്. നല്ലൊരു ഐറ്റമാണിത്. ഐബലിൻ്റെ വെൽഡിംഗ് മെഷീനുകളാണ്. അതായത് 180 ആംബിയർ തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് ഒരു ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉപയോഗം, അവർക്ക് ചിലപ്പം 200 ആംബിയറിൻ്റെ ആവും വേണ്ടുന്നത്, ചിലപ്പോൾ 250 ആംബിയറിൻ്റെ ആവും വേണ്ടുന്നത്. അതുപോലെ തന്നെ അവർ ചിലപ്പം മിഗിൻ്റെ മെഷീൻ ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ടിഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആർക്കായിരിക്കും. എല്ലാ ടൈപ്പിലുള്ള മെഷീൻസും ഐബലിൻ്റെ ഫുള്ള് മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് IBM കട്ട് ചെയ്യുന്ന പ്ലാസ്മ കട്ടറുണ്ട്. 400 ആംബിയറിൻ്റെ മെഷീൻ വരെ നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെല്ലാം 6 മാസം 1 വർഷം വാറണ്ടിയുള്ള ഐറ്റംസാണ്. സർവീസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. കമ്പനി സർവീസും ഉള്ളതാണ്. കൃത്യമായി നമുക്ക് ഇതിൻ്റെ സ്പെയർ പാർട്സുകളും കാര്യങ്ങളും എല്ലാം ഈ SRൽ ലഭ്യമാണ്. ഇത് ഐബലിൻ്റെ വേറൊരു ഐറ്റമാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കംപ്രസർ കണ്ടിട്ടുണ്ടല്ലോ, കംപ്രസറിൻ്റെ തന്നെ ഒരു ഷോർട്ട് വെർഷനാണ്. ഇത് വേരിയബിൾ സ്പീഡാണ്. അതായത് നമുക്ക് സാധാരണ ഒരു കംപ്രസർ എന്ന് പറയുമ്പം അതിന് ഒരേ ഒരു സ്പീഡേ കാണത്തുള്ളൂ. ഇതിനകത്ത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സൈലൻ്റ് ആണ്. ഇതെന്ന് പറയുമ്പം നമ്മുടെ എയർലെസ് പെയിൻറ്, അതായത് പെയിൻറ് ഡ്രമ്മിലേക്ക് ഇങ്ങനെ പെയിൻറ് കലക്കി ഇട്ടിട്ട് ഈ ഗണ്ണ് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അതായത് ഒരു 5 ജോലിക്കാർ ഒരു ദിവസം ചെയ്യുന്നത് ഇത് ഒരു അര ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സ്പീഡിൽ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന ഒരു ജോലി ഭാരം ഒരുപാട് കുറച്ച് പെയിൻറ്റർമാർക്കൊക്കെ എളുപ്പം പണി, കോൺട്രാക്ട് എടുക്കുന്നവർക്ക് എളുപ്പം പണി തീർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ ലാഭകരമായിട്ടുള്ള ഇതാണ്. ഇതും 6 മാസ വാറണ്ടിയോടുകൂടിയുള്ള ഒരു മെഷീനാണ്. ഇത് നമ്മുടെ 1050 വാട്ട്സിൻ്റെ ഡോങ്ജങ്ങിൻ്റെ മെഷീനാണ്. ഇതിന് 4860 രൂപയാണ് ഇതിൻ്റെ വില, ആക്ച്വൽ വില. ഇത് നമ്മൾ 2600 രൂപയ്ക്ക് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സ്റ്റോക്ക് തീരുന്ന വരെ മാത്രമായിരിക്കും നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ദൂരെ നിന്നൊക്കെ വരുന്ന ഈ വീഡിയോ കൊണ്ട് വരുന്നവർ ജസ്റ്റ് വിളിച്ചിട്ടേ വരാവുള്ളൂ. ഇത് നമ്മുടെ ആംഗിൾ ഗ്രൈൻഡർ 4 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും കളക്ഷനാണ്. അത് കമ്പനി പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്. അതായത് മാള്, ബുള്ള്, പവർമാക്സ്, പുൻകിൻ, മക്കീറ്റ, ഐബല്, പവർടെക്സ്, ഡോങ്ജങ്, കെന്യു, അങ്ങനെ സൂപ്പർ സ്റ്റീല്, ഹൈക്കോക്കി, കുറേ കമ്പനികളുണ്ട് ടോട്ടല്. ഇതിൽ മുകളിൽ ഇരിക്കുന്നതൊക്കെ 4 ഇഞ്ചിൻ്റെ ഐറ്റംസാണ്. വാട്ട്സ് കൂടിയതും വാട്ട്സ് കുറഞ്ഞതുകൊണ്ട്. താഴെ ഇരിക്കുന്ന 5 ഇഞ്ച്. ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ 7 ഇഞ്ചും 9 ഇഞ്ചുമാണ്. ഇതാണ് താഴെയൊക്കെ കാണുന്നത് വെച്ചാൽ നമുക്ക് സ്ലാബ് കട്ടറാണ്. സ്ലാബ് കട്ടർ 7 ഇഞ്ചിൻ്റെ ഉണ്ട്, 9 ഇഞ്ചിൻ്റെ ഉണ്ട്. അത് ഈ മക്കിറ്റയുടെയും ഹൈക്കോക്കിയുടെയും ഡിവാൾട്ടിൻ്റെയും എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്. താഴെ ബോഷ് ഉണ്ട്, ഡോങ്ജങ് ഉണ്ട്, ബുള്ളിൻ്റെ ഉണ്ട്. 7 ഇഞ്ച് 9 ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് ടൈൽ കട്ടറാണ്. ടൈൽ കട്ടർ ഈ പറഞ്ഞ മാതിരി ഐബല്, മക്കിറ്റ, മാള്, സ്റ്റാൻലി, പിന്നെ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന എല്ലാം നമുക്ക് ടൈൽ കട്ടറിൻ്റെ 4 ഇഞ്ചിൻ്റെ 5 ഇഞ്ചിൻ്റെ ഒരു കളക്ഷനാണ് ഇത് മൊത്തം. ഹിറ്റ്മിനുണ്ട്, ഒരുപാട് കമ്പനിയുണ്ട്. 4 ഇഞ്ചും ഉണ്ട്, 5 ഇഞ്ചും 7 ഇഞ്ചും ഉണ്ട് ടൈൽ കട്ടറിൻ്റെ. പിന്നെ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ഗ്രൈൻഡർ തന്നെ ഈ ബാറ്ററി ടൈപ്പ് ഗ്രൈൻഡറുകളാണ്. അത് ഗ്ലോബലുണ്ട്, പുംകിനുണ്ട്, പിന്നെ ഐബലിൻ്റെ വാറണ്ടിയുള്ള ടൈപ്പുണ്ട്. ഐബലിൻ്റെ കോഡ്ലെസ് സർക്കുലസാണ് ഇത്. അതുപോലെ തന്നെ ഐബലിൻ്റെ ഇതാണ് കോഡ്ലെസ് വൈബ്രേറ്ററാണിത്. ഇത് കോഡ്ലെസ് ജിക്സയാണ്. ഇപ്പം കോഡ്ലെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇപ്പം പഴയ ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറിയിട്ട് ഇപ്പം കൂടുതൽ കമ്പനികളും കോഡ്ലെസ് ഐറ്റംസാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. യൂസ് ചെയ്യാനും ടെക്നീഷ്യന്മാർക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ ഗ്രൈൻഡറുകളായാലും ടൈൽ കട്ടറുകളായാലും സാധാരണ ഒരു ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ ആ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നും വർക്കുള്ളവരായിരിക്കും. അവരെപ്പോഴും ബ്രാൻഡഡ് ഐറ്റംസേ നോക്കത്തുള്ളൂ. ബ്രാൻഡഡ് ഐറ്റം തന്നെ വാട്ട്സ് കൂടിയ ഐറ്റം ആയിരിക്കും അതായിരിക്കും അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതാകുമ്പം കേടുകൂടാതെ വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇത്രയും വില കൂടിയ ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കലണ്ടർ തൂക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് അടിക്കാനോ അങ്ങനെയൊക്കെയുള്ള ചെറിയ യൂസേജ് ആയിരിക്കും. അതിന് നമ്മൾ ഈ പറഞ്ഞ ഓഫറിലുള്ള വില കുറഞ്ഞ മെഷീൻസിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ടെക്നീഷ്യന്മാർ ഡെയിലി യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡഡ് മെഷീനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് ലോങ് ലൈഫിൽ നിൽക്കത്തുള്ളൂ. കാണുന്നതെന്ന് പറഞ്ഞാൽ ബോഷിൻ്റെ സർക്കുലർ സായാണ് 7 ഇഞ്ചിൻ്റെ.
അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഐബലിൻ്റെ സർക്കുലർസ, അത് ബാറ്ററി ടൈപ്പാണ് ബോഷിൻ്റെത്. ആ മുകളിൽ ഇരിക്കുന്നതൊക്കെ സർക്കുലർസയാണ്. പിന്നെ ഇപ്പുറത്ത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ റൂട്ടറുകളാണ്. ഇത് ഇൻഡിഗോയുടെ റൂട്ടറാണ്. അതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ എന്താണ്ട് 20 വാട്ട്സിൻ്റെ ഹാമഡറിലാണ്, പുൻകിൻ എന്ന ബ്രാൻഡിൻ്റെയാണ്, നല്ല ഐറ്റമാണ്. അതുപോലെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ റൂട്ടറായി. മേളിലെ സർക്കുലർസയുടെ ഒരു കളക്ഷനാണ് മുകളിലിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ പ്ലെയിനറുകളാണ്. പല കമ്പനികളുടെ പ്ലെയിനറുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്നത് മറ്റേ ട്രിമ്മറാണ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹാമഡ്രില്ലുകളാണ്. ഹാമഡ്രില്ല് എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ നോർമലി യൂസ് ചെയ്യുന്നത് 20 mm തൊട്ടാണ്. നമുക്ക് 20 ഉണ്ട്, 26 ഉണ്ട്, 28 ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 3 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 26-ൽ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ 5 കിലോയിലേക്കാണ് പോകുന്നത്. ഈ ഇരിക്കുന്ന എല്ലാം ഏകദേശം 10-20 കമ്പനികളുടെ ഐറ്റം ഉണ്ട് നമുക്ക് ഹാമഡറിൽ. പിന്നെന്ന് പറയുമ്പം 5 കിലോ. സാധാരണ നോർമലി ഇലക്ട്രീഷ്യന്മാരും പ്ലംബർമാരും ഒക്കെ യൂസ് ചെയ്യുന്നത് 5 കിലോയാണ്. നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് 7 കിലോയാണ്. 5 കിലോ എന്ന് പറയുമ്പം എളുപ്പം പിന്നെ കേടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 7 കിലോയുടെ മെഷീനാണെന്നുണ്ടെങ്കിൽ ശരിക്കും ലോങ് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാർബണും ഇത് മാറി കൃത്യമായി യൂസ് ചെയ്യുകയാണെങ്കിൽ 7 കിലോയുടെ മെഷീൻസ് പിന്നെ ലോങ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഡായൂരിയുടെ ഡായൂരി എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ മെയ്ഡാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ 6 മാസം വാറണ്ടി ഉണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. അതുപോലെ ബാക്കി 5 കിലോയിൽ നമ്മൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനിയുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മക്കിറ്റ, സ്റ്റാൻലി, ടോട്ടൽ, മാള്, പവർടെക്സ്, ഐബല്, ഈ കാണുന്ന മൊത്തം ബോഷ്, ഈ കെന്യു, ഡായൂരി, ഈ കാണുന്ന മുകളിലും താഴെയും കാണുന്ന ബുള്ള്, ഈ ഡോങ്ജങ്, ഇതെല്ലാം 5 കിലോയാണ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 11 കിലോയാണ്. അതായത് അത്യാവശ്യം ഹെവി സ്ലാബും കാര്യങ്ങളൊക്കെ ഇടിക്കുന്നതിന് നമുക്ക് 11 കിലോയാണല്ലോ ഉപയോഗിക്കുന്നത്. 11 പറയുമ്പോൾ നല്ല റീസണബിൾ പ്രൈസിലാണ് നമ്മൾ ബുള്ള് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കെന്യു ഉണ്ട്, സ്റ്റാൻലി ഉണ്ട്, ഹിറ്റ്മിൻ ഉണ്ട്, JCB ഉണ്ട്, പവർടെക്സ് ഉണ്ട്, യൂരി ഉണ്ട്. പിന്നെ ടൂൾസിൻ്റെ രാജാവായ ബോഷിൻ്റെ ഇലവണിയിൽ തന്നെ പേര് തന്നെ ബോഷിൻ്റെ ഇലവണിയിൽ നിന്നാണ്. ഈ ഇലവണിയിൽ നിന്ന് തന്നെ എല്ലാവരും ഇലവണിക്ക് പറയുന്നത്, 11 കിലോയ്ക്ക് പറയുന്നത്. അന്നേരം ആ ബോഷിൻ്റെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന എല്ലാം ഈ ഐബലിൻ്റെ ഉണ്ട്. ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് മാള്, ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ഈ താഴെ ഇരിക്കുന്ന മൊത്തം ഐറ്റംസും 11 കിലോയാണ്. 11 കിലോയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം. സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 16 കിലോ ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ടൂൾസ് യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം 16 കിലോയുടെ കാര്യം അറിയാമല്ലോ. ഇത് മാളിൻ്റെ മെഷീനാണ്. മാള് തന്നെ നമുക്ക് 2 മോഡലുണ്ട്. പിന്നെ ഐബല്, പിന്നെ താഴെ പവർടെക്സ്, ഡോങ്ജങ്. പിന്നെ ഗോഡൗണിൽ നമുക്കൊരു 10ഓളം ബ്രാൻഡുണ്ട്. ഇതിൻ്റെ തന്നെ 16 കിലോയുടെ 10ഓളം ബ്രാൻഡുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതെന്ന് പറയുമ്പം പമ്പുകളാണ്. പമ്പ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിർലോസ്കറിൻ്റെ കോയൽ എന്ന് പറയുമ്പോൾ അത് അരയുടെ മോണോ വരുന്നുണ്ട്, അരയുടെ 1-ൻ്റെ മോണോ ബ്ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റർ പമ്പ് വരുന്നുണ്ട്. പിന്നെ വെള്ളത്തിലിടുന്ന ടൈപ്പ് വരുമ്പം അര വരുന്നുണ്ട്, 3/4 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 1.5 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടാതെ നമ്മളൊരു ഷാർപ്പിൻ്റെ ഒരു മോഡലൂടെ ഷാർപ്പിൻ്റെ വേറൊരു കമ്പനിയായ ഷാർപ്പിൻ്റെയും ചെയ്യുന്നുണ്ട്. ആ ഷാർപ്പിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഈ റെൻ്റൽ പർപ്പസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഈ സീവേജ് പമ്പ്, അതായത് ഈ സെപ്റ്റി ടാങ്കിൽ നിന്നും മറ്റ് ചെളിയും സ്ലെറിയും എല്ലാം അടിച്ചു കളയാൻ വേണ്ടി സ്ലെറി പമ്പ് വരുന്നുണ്ട്. അത് വാറണ്ടിയോട് കൂടിയാണ് ഷാർപ്പ് കമ്പനി കൊടുക്കുന്നത്. വളരെ നല്ല ഞാൻ തന്നെ ഇവിടെ ഞങ്ങളുടെ റെൻ്റൽ ഡിവിഷനിൽ റെൻ്റലിന് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ഉള്ള മെഷീനാണ്. അന്നേരം ടൂൾസ് കടക്കാർക്ക് ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് ഈ സ്ലെറി പമ്പ് എന്നുള്ളത്. അത് നമ്മൾ 2 ഇഞ്ചിൻ്റെയും 1.5 ഇഞ്ചിൻ്റെയും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഓസ് എന്ന് പറയുമ്പം ഈ കാർ വാഷിൻ്റെ ഓസ് ഒരുപാട് കമ്പനികൾ നിങ്ങളിവിടെ കണ്ടല്ലോ. ആ കണ്ട കമ്പനികളുടെ എല്ലാത്തിൻ്റെയും അതിൻ്റെ ഓസായാലും അതിൻ്റെ ഗണ്ണായാലും അതിൻ്റെ സ്ലീവായാലും മറ്റ് അക്സസറീസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ബെൽറ്റുകൾ ഇവിടെ ടൂൾസ് ഷോപ്പ് മാത്രമല്ല, ഹാർഡ്വെയറും കൂടാണ്. ടൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹാർഡ്വെയർ ഐറ്റംസും ഉണ്ട്. ഈ ബെൽറ്റൊക്കെ ഉണ്ടല്ലോ, മെഷീൻസിൻ്റെ ബെൽറ്റ്. അതുപോലെ തന്നെ ഈ കാണുന്ന മൊത്തം ഗ്ലൗസുകളാണ്. അറിയാമല്ലോ, ഈ സേഫ്റ്റി ഗ്ലൗസുകൾ തൊട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽ റെസിസ്റ്റൻറ്റ് ഗ്ലൗസുകൾ വരെ, വെൽഡിങ് യൂസേജിനുള്ള ഗ്ലൗസുകൾ കംപ്ലീറ്റ് ടൈപ്പും ഗ്ലൗസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ മുകളിൽ ഇരിക്കുന്ന കണ്ടില്ലേ സ്പ്രെയർ, നമുക്ക് മഴക്കാലത്തും അല്ലാത്തപ്പോഴുമൊക്കെ ചെടികൾക്കും അല്ലെ കൃഷിക്കുമൊക്കെ മരുന്നടിക്കാൻ പറ്റിയ സ്പ്രെയറാണ് മുകളിൽ ഇരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും നമ്മുടെ ചെയിൻസയാണ്. ചെയിൻസയും ഈ പറഞ്ഞ മാതിരി ആ മുകളിൽ കാണുന്ന മാതിരി
നമുക്കൊരു 10ഓളം ബ്രാൻഡ് ചെയിൻസേ ഉണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. വാറണ്ടി ഉള്ളതുകൊണ്ട് വാറണ്ടി ഇല്ലാത്തതുകൊണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് ഇത് ഇലക്ട്രിക് ബ്രഞ്ചാണ്. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാം ജിക്സകളാണ്. പിന്നെ ഇത് ഹീറ്റ് ഗണ്ണുകളാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വൈബ്രേറ്ററുകളാണ്. വൈബ്രേറ്റർ തന്നെ നമുക്ക് 7 കമ്പനികളുണ്ട്. അതിൻ്റെ നീഡിൽ തന്നെ 1.5, 2, 4 അല്ല 3 മീറ്റർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ പോളിമാക്കിൻ്റെ ഇതിപ്പം സ്റ്റോക്ക് തീർന്നതാണ്. പോളിമാക്കിൻ്റെ വൈബ്രേറ്റർ ഉണ്ടോ നമ്മുടെ കയ്യിൽ. അത് വരുമ്പോൾ 3 മീറ്ററാണ് അതിൻ്റെ കൊടുത്തി വരുന്ന നീഡിൽ. മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിന് പുട്ടി മിക്സറാണ്. പുട്ടി മിക്സർ എന്ന് പറയുമ്പം അതും ഈ പറയുന്ന കുറേ ബ്രാൻഡുകളുണ്ട് നമ്മുടെ അടുത്ത്. മുകളിൽ വന്നു കഴിഞ്ഞാൽ ഡ്രൈവാൾ സാൻഡറുകളാണ്. ആ ടോപ്പിലിരിക്കുന്ന കണ്ടില്ലേ, അതെല്ലാം ഡ്രൈവാൾ സാൻഡറുകൾ 7 ഇഞ്ചിൻ്റെയും 9 ഇഞ്ചിൻ്റെയാണ്. പിന്നെ ഇവിടത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ബ്ലോവറുകളാണ്. ബ്ലോവർ എന്ന് വെച്ചാൽ ഈ വാട്ട്സ്, അതായത് 600 വാട്ട്സ് തൊട്ട് മേപ്പോട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് തന്നെ ഉണ്ടില്ലേ, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ റോഡിലൊക്കെ പൊടിയൊക്കെ അടിച്ച് കളയാൻ കോൺട്രാക്ടർമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, പെട്രോളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലോവറാണ്. പിന്നെ ചെയിൻസ രാവുന്ന ചെയിൻസ ഗ്രൈൻഡറുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇതുണ്ടല്ലേ പവർടെക്സ്, എക്സ്ട്രാ പവർ, പിന്നെ അപ്പുറത്ത് ബുള്ളറ്റ്, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഡ്രില്ലിൻ്റെ, അതായത് ഇമ്പാക്റ്റ് ഡ്രില്ലിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഓർബിറ്റൽ സാൻഡറുകളാണ്. അത് റൗണ്ട് ടൈപ്പും വരുന്നുണ്ട്, ഫിനിഷിങ് സാൻഡറുകളെ ചതുരത്തിലുള്ളതും വരുന്നുണ്ട്. അതായത് ഏകദേശം എല്ലാ കമ്പനിയും ഉണ്ട്. ഇത് കണ്ടില്ലേ, ബോഷ് തൊട്ട് ഏകദേശം എല്ലാ കമ്പനികളും നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ഇമ്പാക്റ്റ് ഡ്രില്ലുകളാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ടൈറ്ററുകൾ, ഈ കാണുന്നത് അങ്ങേറ്റം വരെയും ടൈറ്ററുകളാണ് ഇരിക്കുന്നത്. ഈ മുകളിലിരിക്കുന്നതും താഴെ ഇരിക്കുന്നതും എല്ലാം 12 വാട്ട്സ് 21 വാട്ട്സ് തൊട്ടുള്ള ബ്രാൻഡഡും ബ്രാൻഡഡ് അല്ലാത്തതുമായ ടൈറ്ററുകളാണ് ഇരിക്കുന്നത്. മുകളിലെല്ലാം ഇരിക്കുന്നത് മുകളിലാണ്ട് സായിയുടെ കളക്ഷനാണ്. ഇത് വെൽഡിംഗ് മെഷീൻ, ടോട്ടലിൻ്റെ വെൽഡിംഗ് മെഷീൻ, സായി, ഗ്ലോബൽ, ടോഷൻ. ഇവിടെ മുകളിലിരിക്കുന്ന കണ്ടില്ലേ, ഈ മുകളിലിരിക്കുന്ന മൊത്തം വെൽഡിംഗ് മെഷീനാണ്. ഈ താഴെ കാണുന്ന എല്ലാ സാമ്പിളിൻ്റെയും സ്റ്റോക്കാണ് ഈ മുകളിൽ ഇരിക്കുന്നത്. ഇത് ഹാർഡ്വെയർ ഐറ്റത്തിനകത്ത് ഈ കാർപ്പൻറ്റർമാർക്ക് ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്ന ഒരു ഐറ്റമാണ് ഇതാണ്ട് ഈ റൂട്ടർ ബിറ്റ് എന്ന് പറഞ്ഞത്. റൂട്ടർ ബിറ്റ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു കാർപ്പൻറ്റർ ഏത് ഡിസൈൻ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഡിസൈൻ കൃത്യമായി ചെയ്യാൻ കണക്കാക്കിയിട്ട് ഈ കാണുന്ന ഇത് സാമ്പിളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ്. ഈ താഴെ ഇവിടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങേറ്റം വരെ താഴെ അറ്റം ഇവിടം വരെയും ഇതിൻ്റെ സ്റ്റോക്കാണ് ഇരിക്കുന്നത്. ഇതെന്ന് പറയുമ്പം ഫാസ്റ്റ് മൂവിങ് ഐറ്റവും അല്ലാതെ ഇടയ്ക്ക് പോകുന്ന ഐറ്റവും ഉണ്ട്. അത് എല്ലാ കളക്ഷൻസും റൂട്ടർ ബിറ്റിൻ്റെ കംപ്ലീറ്റ് കളക്ഷനും നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ്ട് വാക്വം ക്ലീനർ ഐബലിൻ്റെ ആണ്. ഇതാണ്ട് ഇത് നമ്മുടെ ഈ അപ്പോൾസറി കടക്കാരുണ്ടല്ലോ, അപ്പോൾസറി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ പിന്നെ സർവീസ് സെൻ്ററുകാർ, അവർക്ക് ഏതാണ്ട് ഇങ്ങനെ ഇത് പിന്നെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന വാട്ട്സ് കൂടിയ വാക്വം ക്ലീനർ മുതൽ ഇങ്ങനെ താഴേക്ക് ഇതാണ്ട് ഇവിടെ അവനവൻ്റെ ആവശ്യമനുസരിച്ച് 15 ലിറ്റർ, 20 ലിറ്റർ, 25 ലിറ്റർ, 30 ലിറ്റർ, അങ്ങനെ ഒരു 100 ലിറ്റർ വരെയുള്ള വാക്വം ക്ലീനർ നമ്മൾക്ക് അവൈലബിൾ ആണ്. ഫാൻ അൽമറാഡ് കമ്പനിയുടെ ഫാന്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കട്ട് ഓപ്സകളാണ്. ഇതാണ്ട് ഐബലിൻ്റെ കട്ട് ഓപ്സ, ഇൻഗോ, ഡോങ്ജങ്, ടോട്ടൽ, പിന്നെ ഇവിടെ ഹൈക്കോക്കി ഇരിപ്പുണ്ട്. മറ്റ് അകത്തെല്ലാം കുറേ ഇരിപ്പുണ്ട്, സ്റ്റോക്ക് അകത്തെല്ലാം ഇരിപ്പുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വാക്വം ക്ലീനറാണ്, കാർ വാക്വം ക്ലീനറാണ്. ഇത് കാറിനകത്ത് തന്നെ നമുക്ക് ചാർജ് ചെയ്തിട്ട് കാറിനകത്തെ പൊടികൾ പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് 6 മാസം വാറണ്ടി ഉണ്ട്. പറഞ്ഞല്ലോ, ഇതൊരു ടൂൾസ് സൂപ്പർ മാർക്കറ്റാണ്. അതായത് ടൂൾസ് സംബന്ധമായ പവർ ടൂൾസ്, ഹാൻഡ് ടൂൾസ്, അതിൻ്റെ ആക്സസറീസ്, അതിൻ്റെ സ്പെയർ പാർട്സുകൾ, ടൂൾസ് ഹാർഡ്വെയർ, ടൂൾസുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഐറ്റംസ്, അങ്ങനെ അതെല്ലാം കൂടെ ഒരു കുടക്കീഴിലാണ് ഈ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ എക്സോസ്റ്റ് ഫാൻ നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന, അത് ഇലക്ട്രിക് ഐറ്റം ആണെങ്കിൽ എക്സോസ്റ്റ് ഫാൻ ഉണ്ട് നമ്മുടെ അടുത്ത്. അതുപോലെ തന്നെ ഫാൻ, സ്റ്റാൻഡിങ് ഫാനുണ്ട്. അതുപോലെ തന്നെ ഇതാണ്ട് ഇത് ലീഫ് ബ്ലോവറാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഈ കരിയിലൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൂക്കുന്നതിന് പകരം ഇങ്ങനെ കരിയിലടിച്ച് കളയാൻ പറ്റും. ഇത് 6 മാസം വാറണ്ടിയോട് കൂടിയുള്ള ഒരു ഐറ്റമാണ്. 2 ബാറ്ററി വരുന്നുണ്ട്. 20 വാട്ട്സാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഐബലിൻ്റെ പ്രോഡക്റ്റാണ്. ഇതെല്ലാം ഇമ്പാക്റ്റ് റേഞ്ചിൻ്റെ സെക്ഷനാണ്. ടോട്ടലിൻ്റെ ഉണ്ട്,
അതുപോലെ മിസ്സുവിയുടെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, വാക്വം ക്ലീനർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് റോബോട്ടിക്കാണ്. ഇത് ഫങ്ഷൻ ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് സോഫയുടെ അടിയിലും അവിടെ ഇവിടെയൊക്കെയുള്ള പൊടികളെല്ലാം പിടിച്ച് കളയും. പിന്നെ സ്റ്റാൻഡേർഡിൽ മേളിലിരിക്കുന്ന ടോട്ടലിൻ്റെ സ്പ്രെയറുകളാണ്. നമ്മുടെ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന സ്ലാബ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വാൾ ചീസറാണ്. ഇത് സൂപ്പർ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്, ഹെവി ഐറ്റമാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വെൽഡിംഗ് റോഡ്, പിന്നെ ഈ റോപ്പുകളാണ്. റോപ്പിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ടൂർണമെൻറ്റ് വടമാണിത്. അതായത് നമ്മൾ ഓണത്തിനും മറ്റ് വിശേഷങ്ങളൊക്കെ വടംവലി നടക്കുമല്ലോ, വടംവലി നടക്കുന്ന സമയത്ത് വലിക്കാൻ പറ്റുന്ന പൊട്ടാത്ത പിന്നെ കയറിൻ്റെ ഐറ്റമാണത്. പിന്നെ ബാക്കിയുള്ള ഇതെല്ലാം നമ്മൾ ഹോൾസെയിലിൽ പിന്നെ തൂക്കിയാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഇത് ഹാർഡ്വെയറിൻ്റെ സെക്ഷനാണ്. ഇതിനകത്ത് വരുമ്പം കരണ്ടി, പിന്നെ ഉളികൾ, പിന്നെ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ടൂൾസുകളും ഹാമറുകൾ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സ്ക്രൂ ഐറ്റംസ്, കരണ്ടിയുടെ ഒരു വിപുലമായ കളക്ഷനാണ്. അതായത് ഒരു മേസൺ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത് കണ്ടില്ലേ, ഈ കരണ്ടി കണ്ടില്ലേ, ഇതിൻ്റെ ആ ആംഗിൾ കണ്ടില്ലേ, ഇതിൻ്റെ ആംഗിൾ കണ്ടില്ലേ, ഓരോന്നും ഓരോ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. അത് എല്ലാ കളക്ഷനും ഇതാണ്. ചെറിയ ഐറ്റംസ്, ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി വെറും ചെറിയ ഐറ്റംസ്, അതിൻ്റെ ഒരു വിപുലമായ കളക്ഷനുണ്ട് ഇവിടെ. ഈ കേബിളുകൾ ഞാൻ പറഞ്ഞല്ലോ, ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഡ്രില്ലിംഗ് മെഷീൻ ആയാലും അല്ലെങ്കിൽ ജാക്ക് ഹാമറുകളായാലും മറ്റ് ഏത് മെഷീനായാലും ഇതിന് കോഡ് വയർ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ കോഡ് വയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല 2.5-ൻ്റെയും 1.5-ൻ്റെയും ഒക്കെ കേബിളുകൾ വേണം. അതുപോലെ തന്നെ കേബിളുകൾക്ക് മാത്രമല്ല, ഇതിന് ബോക്സ് ഉണ്ട്, ഇതിൻ്റെ സ്വിച്ചുകളുണ്ട്. അതായത് കോഡ് വയർ ഉണ്ടാക്കാനുള്ള കംപ്ലീറ്റ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കഫോൾഡിങ് വീലുകളാണ്. പൊക്കത്തിൽ നമ്മൾ ഉപയോഗിക്കത്തില്ലേ സ്കഫോൾഡിങ് ഉപയോഗിക്കുമ്പം അതിന് വീലുകൾ വെച്ച് നമുക്ക് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും നമുക്ക് ഉരുട്ടി മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിയുമ്പം ഹാർഡ്വെയർ ഐറ്റംസാണ്. മുകളിൽ ആ കാണുന്ന ഐറ്റംസ് പറയും ജാക്കി നമുക്ക് ഷട്ടർ ജാക്കി റിപ്പയർ ചെയ്യാനുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ ത്രെഡ് പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നമുക്കത് പിന്നെ റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ താഴെ കാണുന്നതെന്ന് വെച്ചാൽ സ്കഫോൾഡിങ്, അതൊരു പൊക്കം ഇടുമ്പം പൈപ്പ് ക്ലാമ്പുകളാണ്. പിന്നെ മുകളിൽ കാണുന്ന ചെറിയ സ്പ്രെയറുകൾ, ഇവിടെ ഈ കാണുന്നത് ഹാമറുകളാണ്. പിന്നെ സ്റ്റാൻഡ് ഡ്രില്ല്, ഈ കാണുന്നതെല്ലാം നമുക്ക് ഈ ബ്രഷ് കട്ടറിന് ഉപയോഗിക്കുന്ന, അതിൻ്റെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഇതാണ്, വള്ളിയാണ്. ആക്സസറീസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണിത്. ഇതൊക്കെ വളരെ വില കുറവാണ്. ഈ ഒരു ടൂൾസ് സെറ്റിന് വെറും 2400 രൂപ മാത്രമേ ഉള്ളൂ. ഈ തറയോടൊക്കെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ അറബാനകളുണ്ടല്ലോ, അറബാനകൾ നമ്മൾ സബ്സിഡിയിൽ ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സ്മാം പദ്ധതിയിൽപ്പെടുത്തിയിട്ട് അറബാന 2 വീലുള്ളതും 1 വീലുള്ളതും നമ്മൾ സബ്സിഡിയിൽ ചെയ്യുന്നുണ്ട്. സബ്സിഡി എന്ന് പറയുമ്പം അതിൻ്റെ 6000 രൂപ വില വരുന്നതിന് 3000 രൂപയും 6500 രൂപ വരുന്ന ഡബിൾ വീലിന് 3250 രൂപയും നമുക്ക് മാത്രമേ ആവത്തുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം ഈ 6500 രൂപ അടച്ച് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് സബ്സിഡി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ അറബാനകൾക്ക് ഉപയോഗിക്കുന്ന അതിൻ്റെ ഡ്രമ്മുകൾ, അതിൻ്റെ ടയറുകൾ, അതിൻ്റെ ഈ മെഷീൻ്റെ ആയാലും ഇതിൻ്റെ സ്പെയർ പാർട്സുകൾ എല്ലാം ഇവിടുന്ന് വിൽക്കുന്ന സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും സ്പെയർ പാർട്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം മാർക്കറ്റിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ഐറ്റവും ബ്ലേഡുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചക്ക ഉണ്ടല്ലോ, ചക്ക നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനായത്. അത് മെഷീൻ മീൻസ് ഒരു കട്ടറാണ്. ചക്ക മാത്രമല്ല, ഇതിനകത്ത് ഇപ്പം പശുവിനെയൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ പുല്ല് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ തണ്ണിമത്തൻ, വലിയ തണ്ണിമത്തം വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തണ്ണിമത്തം കട്ട് ചെയ്യാം, കരിക്ക് കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള അതിന് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. കേക്കുമാറിൻ്റെ ഐറ്റമാണിത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ 25 ലിറ്ററിൻ്റെ മുതൽ 24 ലിറ്ററിൻ്റെ മുതൽ 50 ലിറ്ററിൻ്റെ വരെയുള്ള കംപ്രസറാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. പിന്നെ 100 ലിറ്റർ മുതലുള്ളത് ഗോഡൗണിലുണ്ട്, ബെൽറ്റ് കംപ്രസറാണ്. ഇത് BSTയുടെ ബ്രഷ് കട്ടറുകളാണിത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്മാം പദ്ധതി പ്രകാരം കസ്റ്റമറുടെ ID പ്രൂഫും കസ്റ്റമറുടെ ഡീറ്റെയിലും തന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫ്രീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന BSTയുടെ മിഷൻ ഇത് 30,000 രൂപയുടെ മിഷനാണ്. 15,000 രൂപയാണ് സബ്സിഡി കിട്ടുന്നത്. പക്ഷേ ഇത് ആദ്യം 30,000 രൂപ അടച്ച് നമ്മൾ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ മിഷൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി
കൃഷിഭവനിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമേ ഇതിൻ്റെ സബ്സിഡി കിട്ടുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്മാം പദ്ധതി പ്രകാരം കാർഷികോപകരണങ്ങൾ 40 മുതൽ 80% വരെ സബ്സിഡി നിരക്കിൽ SR പവർ ടൂൾസിൽ ലഭ്യമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അതായത് നമുക്ക് ഈ അർബാന സിംഗിൾ വീലും ഉണ്ട്, ഡബിൾ വീലും ഉണ്ട്. സിംഗിൾ വീലാണെന്നുണ്ടെങ്കിൽ 6000 രൂപ, ഡബിൾ വീലാണെങ്കിൽ 6500 രൂപ. അന്നേരം അതിൻ്റെ പകുതി നമുക്ക് സബ്സിഡി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എർത്ത് ഓവർ, അതുപോലെ കുളം പറ്റിക്കുന്ന പമ്പ്, ഫീഡറുകൾ, പിന്നെ ചെയിൻസകൾ, പിന്നെ ബ്രഷ് കട്ടറുകൾ, ഐബൽ കമ്പനിയുടെ ബ്രഷ് കട്ടറും ചെയിൻസയും സബ്സിഡിയിൽ അവൈലബിൾ ആണ്. BSTയുടെ ബ്രഷ് കട്ടർ അവൈലബിൾ ആണ്. ഈ വീഡറുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റില്ലെന്ന് പറഞ്ഞ കമ്പനിയുടെ അത് ഈ എർത്ത് ഓവർ അവൈലബിൾ ആണ്, ബ്രഷ് കട്ടർ അവൈലബിൾ ആണ്. അതുപോലെ ചെയിൻസ സ്റ്റില്ലിൻ്റെ അവൈലബിൾ ആണ്. ഈ പറയുന്ന കുളം പറ്റിക്കുന്ന ഈ പമ്പുണ്ടല്ലോ, ഇത് സ്റ്റില്ലിൻ്റെ അവൈലബിൾ ആണ്. ഈ രീതിയിലുള്ള ഈ ബ്ലോവറുകൾ അവൈലബിൾ ആണ്. അന്നേരം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ രീതിയിൽ വാങ്ങാൻ അത്യാവശ്യം കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ബജാജിൻ്റെ ഫിൻസർവിൻ്റെ EMI മുഖാന്തരം വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ സബ്സിഡിക്ക് ഉള്ള സാധനങ്ങൾ മാത്രമല്ല, അല്ലാതെ മെറ്റീരിയൽ വാങ്ങുന്നതിനും ബജാജിൻ്റെ ഫിൻസർവ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. അതിന് EMI ഫെസിലിറ്റി വരുന്ന സമയത്തെന്ന് പറയുമ്പം നമുക്ക് സീറോ ഇൻട്രസ്റ്റ് ആണ്, പലിശ നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഒരു ചെറിയ എമൗണ്ടിനനുസരിച്ച് ഒരു പ്രോസസ്സിങ് ഫീസ് മാത്രമാണ് ആവശ്യമുള്ളത്. ഇതെല്ലാം നമ്മൾ ഈ പമ്പിൻ്റെ കാർ വാഷിൻ്റെയൊക്കെ കൂട്ടത്തിൽ പ്രഷർ വാഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിനാവശ്യമായ 1/2 ഇഞ്ചിൻ്റെ ഓസുകളാണ്. അതൊക്കെ പല അളവിലുള്ളതുണ്ട്, അതുപോലെ തന്നെ പല ക്വാളിറ്റിയിലുള്ളതുകൊണ്ട്. ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോൾ പമ്പിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന സെക്ഷൻ പൈപ്പുകളാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഇത് അതുല്യ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു കോട്ടാണിത്. ഈ കോട്ടിൻ്റെ ഒരു ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാടകയ്ക്ക് ടൂൾസുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ എന്നും ഈ പിടി ഒടിഞ്ഞു പോകുന്നത് വലിയൊരു വിഷയമാണ്. അന്നേരം അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇത് ഇരുമ്പ് പിടിയാണ്. ഇത് ഈ നട്ട് ബോൾട്ട് ഉണ്ടല്ലോ, ഈ നട്ട് ബോൾട്ട് അങ്ങോട്ട് ഇളക്കുക. ഈ പിടി ഒടിഞ്ഞൊഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റുക, അടുത്ത പിടി കയറ്റുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ നട്ട് ബോൾട്ട് സ്പാനർ വെച്ച് ഇളക്കുക, അടുത്ത പിടി ഇടാൻ പറ്റും. എന്നാൽ ഇത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ കാർപ്പൻ്റർ എടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ വാത്തലടിക്കാൻ വേണ്ടി പിന്നെ വർക്ക്ഷോപ്പിലോ പോകേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് ജസ്റ്റ് ഗ്രൈൻഡർ വെച്ചിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വിട്ടാൽ മതി. ഇത് മാത്രമാണ് പച്ചിരുമ്പ് വരുന്നത്. അന്നേരം ഈ പിടിയുടെ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാണ് ഈ ഇടുക്കിയിലുള്ള അതുല്യ ഇൻഡസ്ട്രീസാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, അവരുടെ ഏകദേശം മമ്മട്ടി, അതുപോലെ തന്നെ ഈ കോടാലി ഉണ്ടില്ലേ, കോടാലി എന്ന് വെച്ചാൽ ഈ 2 കിലോയുടേതും 3 കിലോയുടെയും എല്ലാം വരുന്നുണ്ട്. ഈ കോടാലി ഈ പറഞ്ഞ മാതിരിയാണ്. ഇത് കണ്ടില്ലേ, നട്ട് ബോൾട്ടാണ്. ഈ നട്ട് ബോൾട്ട് ഊരിയിട്ട് നമുക്ക് കൂടുതലും കോടാലിയാണ് കൈ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ ഒടിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് മാറ്റിയിടാൻ പറ്റും. അവരുടെ മമ്മട്ടി വരുന്നുണ്ട്, അവരുടെ ഇതുണ്ട്. ഈ ഐറ്റംസ് ഇതുണ്ടല്ലോ, ഇതും നട്ട് ബോൾട്ടിൽ ഉള്ള ഒരു ഐറ്റമാണ് അവരുടെ ഏകദേശം എല്ലാ ഐറ്റംസും ഈ രീതിയിൽ പിടി റീപ്ലേസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഉള്ളത് അവരുടെ. അതുപോലെ തന്നെ വേറൊരു കമ്പനിയുടെ കേക്കുമാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പിക്കാസാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏതാണ്ട് ഇവിടുന്ന് ഇതിൻ്റെ ആ ഒരു പട്ട വന്നിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഇതിനകത്ത് കയറ്റി ബിൽഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതാണ്ട് നട്ട് ബോൾട്ട് ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോയാലും ഇതിൻ്റെ പിടി ഒടിയത്തില്ല. ഇവരുടെ എല്ലാ ബ്രാൻഡും മമ്മട്ടിയുണ്ട്, കോട്ടുണ്ട്, ഈ പിക്കാസുണ്ട്, കുന്താലിയുണ്ട്, എല്ലാ ഐറ്റംസും ഇങ്ങനെയാണ്. ഇതും ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്ന കടക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണിത്. ഈ പിടി ഒടിയുന്നു എന്നുള്ളൊരു വിഷയം എന്നും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണിത്. ഈ രീതിയിൽ പക്ഷേ ഈ പറഞ്ഞ ഐറ്റം എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ നമ്മളൊരു 3-4 കോട്ട് വാങ്ങിക്കുന്നതിന് സ്ഥാനത്ത് ഈ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇത് വാത്രടിച്ചിട്ടാൽ മാത്രം മതി. ഇത് ലൈഫ് ലോങ് കിടക്കും. ഈ ഇരിക്കുന്ന ഇത് പ്ലാസ്റ്റിക് ചട്ടി ഉണ്ടല്ലേ,
ഇതിപ്പം നമ്മുടെ റബ്ബർ വെട്ട മാറിയിട്ട് ഇതാണ് ഈ പ്ലാസ്റ്റിക്കിലേക്ക് വന്നത്. ഇത് നല്ല ഫ്ലെക്സിബിളാണ്. ഇതിപ്പോൾ പല സൈസിൽ കിട്ടുന്നുണ്ട്. ചെറിയ സൈസിൽ കിട്ടുന്നുണ്ട്, വലിയ സൈസിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ചട്ടികൾ വരുന്നുണ്ട്. എല്ലാം ഫ്ലെക്സിബിളാണ്. സബ്സിഡി നിരക്കിൽ സ്കഫോൾഡിങ്ങിൻ്റെ കാര്യം എണ്ണമാണ് ഒരു സെറ്റ്. അങ്ങനെ 3 എണ്ണമാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അന്നേരം അതിന് 3 എണ്ണത്തിന് 15,000 രൂപ. ഒരു വ്യക്തിക്ക് 3 എണ്ണേ കിട്ടത്തുള്ളൂ, ഒരു യൂണിറ്റേ കിട്ടത്തുള്ളൂ. ഒരു വ്യക്തിക്ക് 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 7,500 രൂപ സബ്സിഡി കിട്ടും. പക്ഷേ അതിന് നമ്മുടെ കസ്റ്റമറുടെ ID പ്രൂഫ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, പിന്നെ കരമടച്ച രസീത്, ഈ 3 ഐറ്റം നമ്മൾ ഇവിടെ SRൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അപ്രൂവലായി കഴിയുമ്പം ഈ 15,000 രൂപ അടച്ച് നമ്മളിത് വാങ്ങിക്കണം. വാങ്ങിച്ചു കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി ഉദ്യോഗസ്ഥർ വന്ന് വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 7,500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇത് സബ്സിഡി ഇല്ലാത്ത സ്കഫോൾഡിംഗ് സെറ്റാണ്. പലകയില്ലാതെ 5,500 രൂപയാണ് ഒരു സെറ്റിന് പ്ലസ് ടാക്സ്. ഹാൻഡ് ടൂൾസ് തിരക്കിയിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറേ ചോയ്സ് ഉണ്ട്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ടോഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണിത്, ഹാൻഡ് ടൂൾസിൻ്റെ. ഇവിടെ ഏകദേശം ടോഷൻ്റെ എല്ലാ ഹാൻഡ് ടൂൾസുകളും അവൈലബിൾ ആണ്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടലിൻ്റെ അതിവിപുലമായ ശേഖരമാണ് നമുക്കുള്ളത്. ടോട്ടലിൻ്റെ ഹാൻഡ് ടൂൾസിൻ്റെ ഫുൾ കവറേജ് ഉണ്ട് നമുക്ക്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തപാരിയ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഹാൻഡ് ടൂൾസിൻ്റെ രാജാവായ തപാരിയയുടെ ഈ പറയുന്ന എല്ലാ ഐറ്റം നമുക്കിവിടെ ഉണ്ട്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻലിയുടേതും ഏകദേശം ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഈ ബ്രാൻഡിലൊന്നും പെടാത്ത ലോക്കൽ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ടൂൾസിൻ്റെ ആക്സസറീസ് സെറ്റുകളാണ്. വെൽഡിങ് ഹോൾഡറുകൾ, അതിൻ്റെ ഹെൽമെറ്റുകൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെഗുലേറ്ററുകൾ, ഈ കാണുന്ന ഐറ്റം അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇത് സ്ക്രൂ ഡ്രൈവർ. ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്ന മാതിരി അവർക്ക് ഇഷ്ടമുള്ള പിന്നെ സ്ക്രൂ ഡ്രൈവറുകൾ നമുക്ക് ഇതിൽ നിന്ന് തിരക്കിയെടുക്കാം. കാരണം ഇവിടെ വാരി ഇട്ടിരിക്കുകയാണ് ഓരോ ടൈപ്പിൽ. ഇത് ഈ ഒരു പിന്നെ ബോക്സ് എന്ന് പറയുമ്പോൾ മൊത്തം ഊരി നമുക്ക് മറിച്ചും തിരിച്ചു വിടാൻ പറ്റുന്ന ആ ഒരു സെക്ഷനാണ് ഇവിടെ. ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മൈനസ്, ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ സ്റ്റാർ വരും. പിന്നെ താഴെ കിടക്കുന്ന കണ്ടല്ലേ നമ്മുടെ കണക്ടറുകൾ, സ്കഫോൾഡിങ്ങുകൾ, ടാപ്പുകൾ, ഈ മേളിൽ മൊത്തം ഈ കാണുന്ന മൊത്തം ഇതിൻ്റെ മാത്രം സ്ക്രൂ ഡ്രൈവറിൻ്റെ മാത്രം ഒരു സെക്ഷനാണ് ഇവിടെ കിടക്കുന്നത്. പൈപ്പ് ഇത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള ഇതൊരു മിനി മെഷീനും ഇത് ഹെവി മെഷീനുമാണ്. ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. കാർ വാഷിൻ്റെ ഗണ്ണുകളാണിത്. അതായത് സ്മോൾ ഗണ്ണ്, മീഡിയം ഗണ്ണ്, ടോട്ടൻ്റെ ഉൾപ്പെടെ, വയലറ്റിൻ്റെ, ഐബലിൻ്റെ ഉൾപ്പെടെ എല്ലാത്തരം ഗണ്ണുകളും, അതിൻ്റെ നമുക്ക് ഷാമ്പൂ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഷാമ്പൂ ക്യാനുകൾ. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇതെല്ലാം എക്സ്റ്റൻഡറുകളാണ്. നമുക്ക് ഗണ്ണുകൾ വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ ഒരു ശേഖരമാണ് ഈ കിടക്കുന്നത്. എല്ലാ ടൈപ്പിലും നമുക്ക് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ ബ്രാൻഡിൻ്റെയും ബോഷിൻ്റെ ഉൾപ്പെടെ ഉള്ള ഗണ്ണുകളും നോസിലുകളും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കാർപ്പൻറ്റർമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെൻറ്റാണിത്. ഇത് തടിയിലെ സ്ക്വയർ ട്യൂബിനകത്തൊക്കെ ഹോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെൻറ്റാണിത്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഈ സ്പെയർ പാർട്സിന് വേണ്ടി ഒരു സ്പെയർ പാർട്സ് ഹൗസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ഞങ്ങൾക്കുണ്ട്. എന്നിട്ട് അതിൽ ഏകദേശം നമുക്കിന്ന് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ പവർ ടൂൾസുകളുടെയും സ്പെയർ പാർട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ശരിക്കും നിങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ കണ്ടേ, ഇത് ഇവിടെയൊക്കെ നോക്കിക്കോ. ഇത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഗുളികകൾ വെക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും പറയും ഞങ്ങൾക്ക് സർവീസ് സെൻ്ററുണ്ട്, സ്പെയർ പാർട്സിൻ്റെ ശേഖരമുണ്ട് എന്നൊക്കെ പറയാറുള്ളതല്ലാതെ ആരും കാണിക്കാറില്ല. ഇവിടെ ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ഈ കാണുന്ന മൊത്തം ഹാൻഡ് ടൂൾസിൻ്റെയും സ്പെയർ പാർട്സിൻ്റെയും ആക്സസറീസിൻ്റെയും ഒരു സെക്ഷൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം ബോഷിൻ്റെ സ്പെയർ പാർട്സുകളാണ്. ബോഷിൻ്റെ ഓതറൈസ്ഡ് ഡീലറും സർവീസ് സെൻ്ററും ആണ് SR ടൂൾസ് സൂപ്പർ മാർക്കറ്റ്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഹാർഡ്വെയർ ഐറ്റംസും ഹാൻഡ് ടൂൾസുകളുമാണ്. മുകളിലിരിക്കുന്നതെല്ലാം സ്പ്രേ ഗണ്ണുകൾ. അങ്ങനെ ഈ കാണുന്ന മൊത്തം ഒരു ഹാൻഡ് ടൂൾസിൻ്റെ ഒരു സെക്ഷനാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ റിവേറ്റ് അടിക്കുന്നത് സാധാരണ.
അന്നേരം അത് ആ റിവേറ്റ് അടിക്കുന്നതിന് ഇപ്പോൾ ഒരു എളുപ്പമാർഗ്ഗത്തിൽ അടിക്കുന്നതിന് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇത് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് റിവേറ്റ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. മറ്റേത് നമ്മൾ സാധാരണ മാനുവലി ചെയ്യുമ്പം അതിൻ്റേതായ ടൈം എടുക്കും. അതിന് ജോലി എളുപ്പത്തിന് വേണ്ടിയാണ് ഈ അറ്റാച്ച്മെൻറ്റ് ഇറങ്ങിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് റിവേറ്റ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ അല്ലയോ? അതെ, അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം റിവെറ്റ് സാധാരണ നമ്മൾ റിവെറ്റ് കണ്ണ് വെച്ചാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി അത് ഒരു പുള്ളിങ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു ജാ വന്ന് മുറുകിയിട്ട് പുള്ളി ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പം നമ്മുടെ ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പോൾ അറ്റാച്ച്മെന്റ്, അതായത് നമ്മുടെ ഒരു ഹാൻഡിലിനകത്ത് നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പുള്ളിങ് ഓപ്പറേഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് എളുപ്പം നിങ്ങളുടെ ജോലികൾ എളുപ്പം നടക്കും. മാത്രമല്ല നല്ല ഫിനിഷിംഗ് ആണ്. ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പം ഇത് നിങ്ങൾ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഈ വർക്ക് ചെയ്യുന്നവരും ഇത് ഉപയോഗിച്ച് നോക്കണം. വർക്ക് ചെയ്യുന്നവർ ഉപയോഗിച്ച് നോക്കണം. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല ഇതുപോലെ അനവധി നമ്മുടെ മെഷീനറികളിൽ ഉപയോഗിക്കാവുന്ന പലവിധ അറ്റാച്ച്മെന്റുകൾ ഇവിടെ നമുക്ക് ഉണ്ട്. ഇപ്പൊ തന്നെ ഉദാഹരണമായിട്ട് നമ്മുടെ ഇവിടെ ഈ അറ്റാച്ച്മെന്റ് ഇതാണ്ട് ഈ ഗ്രൈൻഡർ, ഈ ഗ്രൈൻഡർ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു മിനി ചെയിൻസോ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ SR പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ കാലം തൊട്ട് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ എന്ന നിലയിൽ താങ്കളുടെ അനുഭവം മറ്റുള്ളവരുടെ മുന്നിലേക്ക് പങ്കുവെച്ചാൽ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട നാൾ മുതൽ എനിക്ക് വളരെ സഫീഷ്യൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സാധനം നമ്മളിവിടെ ചോദിക്കുന്നു അത് ഏത് വിധേനയും അവൈലബിൾ ആക്കി തരും എന്നുള്ളതാണ്. ഞാൻ ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ തന്നെ ഇവിടുന്ന് എവിടെ നിന്നെങ്കിലും പുള്ളി അത് കളക്ട് ചെയ്ത് ഇവിടെ, മാത്രമല്ല അതിവിടെ സെയിൽ ചെയ്യാനുള്ള ഒരു മാന്യത കൂടി അദ്ദേഹം കാണിക്കാറുണ്ട്. ഞാൻ പുതിയ ഐറ്റംസ് നമ്മൾ ഇങ്ങനെയുള്ള ടെക്നീഷ്യന്മാർ വരുമ്പോൾ ചോദിക്കുകയും ഇവിടെ അവൈലബിൾ അല്ലാത്തത് അവരോട് ചോദിച്ചിട്ട് നമ്മൾ അവരുടെ അതിൻ്റെ ഫോട്ടോസും ഇതുകളും കളക്ട് ചെയ്തിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ഉള്ള ഐറ്റംസ് മാത്രമല്ല റെയറായിട്ട് വരുന്ന ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ അതിൻ്റെ കളക്ഷനുണ്ട്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക്, വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വളരെ വളരെ സുലഭമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഏത് പ്രോഡക്റ്റ്സ് വേണമെങ്കിലും ഏത് ടൂൾസ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല വളരെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ MRP-യിലാണ് അല്ലേ, ഹോൾസെയിൽ പ്രൈസിൽ. വളരെ ഹോൾസെയിൽ. അതെ വളരെ, അതായത് സാധാരണ കടകളിൽ ഒരുപക്ഷെ MRP-യിലായിരിക്കാം കൊടുക്കാം. പലരും ഇഷ്ടമാണ്. ഇവിടെ എന്ന് വെച്ചാൽ ചെറിയൊരു മാർജിൻ എടുത്തുകൊണ്ട് ആണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. കൂടുതൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറഞ്ഞ ലാഭത്തിൽ കൂടുതൽ ബിസിനസ്, അതാണ് നമ്മുടെ പോളിസി. എല്ലാവരും SR പവർ ടൂൾസ് നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയാണ്. SR പവർ ടൂൾസിൻ്റെ ഈസ്റ്റർ, റംസാൻ, വിഷു ഓഫർ സെയിലുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ 899 രൂപ മുതലുള്ള ആംഗിൾ ഗ്രൈൻഡർ ഉണ്ട് നമുക്ക്. അന്നേരം ഈ പറയുന്ന ഐറ്റംസ് ഈ കാണുന്ന വ്യൂവേഴ്സിന് കേരളത്തിനകത്തായാലും കേരളത്തിന് പുറത്തായാലും നമ്മളത് പാഴ്സലോ അല്ലെങ്കിൽ കൊറിയറോ അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓർഡറുകൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ SR പവർ ടൂൾസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.